ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത് യുദ്ധഭൂമിയിൽ പുതിയ പടൻ KP ഐശ്വര്യ. NDA പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ്. PF-നെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത് ശിവരാജേഷ്. യെസ്, ശിവരാജ്. ഏതായാലും ആനിയന്റെ സമയം കൊള്ളാം. ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇവിടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ മേൽപ്പാലം എന്ന് പറയുന്നത്. ആദ്യ ബഡ്ജറ്റിനകത്ത് 39 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുക, റെയിൽവേയുടെ പാലം നടത്തേണ്ടത്, പാലം നിർമ്മിക്കേണ്ടത് റെയിൽവേയാണ്. നിങ്ങൾ ചോദിക്കണം മറ്റുള്ള ആളുകളോട്. ഈ നടക്കാവ് മേൽപ്പാലത്തിന്റെ കരാറ് കേരള സർക്കാർ സ്ഥാപനമായ RBDCK അവർക്ക് പണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. റെയിൽവേയുടെ ഭാഗമെന്ന് പറയുന്നത് ഏതാണ്ട് 300-400 മീറ്റർ നീളം ഈ പാലത്തിന് വരുന്നുണ്ടെങ്കിൽ റെയിൽവേയുടെ ഭാഗം എന്ന് പറയുന്നത് അതിനകത്തുള്ള 40-50 മീറ്റർ ഭാഗം മാത്രമാണ്. അതിനകത്തുള്ള 90% പണിയും പൂർത്തിയാക്കി കഴിഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാർ കൃത്യമായി പണം കൊടുക്കാത്തത് കൊണ്ടാണ് RBDCKയുടെ ആളുകൾ ഒരു മിനിറ്റ് ചേട്ടാ ഒന്ന് അല്ല ഒരു മിനിറ്റ് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും. കയ്യിന്ന് പോയടാ ചാർലി. ഒന്ന് പറയുമ്പോ നിങ്ങൾ പറയുമ്പോ ഒക്കെ ജനാധിപത്യവും അത് തിരിച്ച് നമ്മൾ പറയുമ്പോ നമ്മുടെ ഇടയിൽ കൂടെ കയറിയിട്ട് അങ്ങനെ പറയുമ്പോ അത് ഈ അപ്പ തോന്നുമ്പോ നിങ്ങൾക്ക് തോന്നുമ്പോ ഈ ജനാധിപത്യം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ ഏറി മാന്തും. ഇതിനേക്കാൾ വലിയ ജനാധിപത്യം കാണിക്കാൻ അറിയാം എനിക്ക്. അതിവിടെ ഒരു വിഷയമല്ല. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് പോകാനാണല്ലോ നമ്മളിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റേ ഈ ഒച്ചയും പെരട്ടലും കൊണ്ടൊന്നൊക്കെ കുഴപ്പമൊന്നുമില്ല. നല്ലോണം നമ്മൾ പേടിച്ചിട്ടുണ്ട്. നീ പേടിക്കണം, അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? അപ്പോ ഈ RBDCKക്ക് സംസ്ഥാന നുണ പറയില്ലാട്ടെ. ഞാൻ ശരിക്കും പേടിച്ചിട്ടേ. ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ പേടിക്കാം. നിങ്ങളുടെ ഒച്ചയിലെ കുറച്ചുകൂടെ വേണമെങ്കിൽ പേടിക്കാം. നിങ്ങൾ ഒച്ചയിട്ടതിൽ ഞാൻ നല്ലോണം പേടിച്ചിട്ട് നുണ പറയല്ല. ഒന്നുകൂടെ പേടിച്ചിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ കുനിഞ്ഞു നിന്നിട്ട് വേണമെങ്കിൽ മുമ്പിൽ മറുപടി അറിയാം. അപ്പൊ ഈ RBDCKക്ക് പണം നൽകാത്തതിനാൽ പണി ചെയ്യാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ നവംബർ മാസം ജില്ലാ കളക്ടറേറ്റിലൊരു യോഗം കൂടി നടന്നു. കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി, അധിക മാസമൊന്നും ആയിട്ടില്ല. ആ കളക്ടറേറ്റിൽ രേഖകളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചാൽ അന്വേഷിച്ചറിയാം. നവംബർ മാസം 1-ാം തീയതി കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ കരാർ കമ്പനി പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താ എഴുതി കൊടുത്ത്? RBDCKക്ക് പൈസ സംസ്ഥാന സർക്കാർ നൽകാത്തത് കൊണ്ടാണ് ഈ പാലത്തിന്റെ പകുതി പണിയും ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളുടെ പണിക്കാർ പണി നിർത്തിപ്പോയി എന്നുള്ളത്. ഇത് ചെയ്യാതെ കേന്ദ്രം അനുവദിക്കാത്തത് കൊണ്ടാണെന്ന് പറയണമെങ്കിൽ ഈ നട്ടാ മുളയ്ക്കാത്ത നുണ പറഞ്ഞാൽ ഇത് വിശ്വസിക്കുന്ന അന്തം കമ്മികളൊന്നല്ല ഈ നാട്ടിലെ ജനങ്ങൾ. ഇവിടെ RBDCKക്ക് പണം നിങ്ങൾ കൊടുത്താൽ ഈ പണി പൂർത്തിയാവും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ തെളിയിച്ച ഞാൻ ഇവിടെ തന്നെ നിൽക്കണ്ടല്ലോ. സ്ഥാപിക്കേണ്ടത് അതിന്റെ 90% ആയി എന്നുള്ളതാണ്. ഈ മേൽപ്പാലത്തിന് ഏകദേശം 60 കോടി രൂപയാണ് കേരള ഗവൺമെന്റ് നന്നായിട്ട് അറിയായിരുന്നു. കേരള ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ 95% പ്രവൃത്തി ഇവിടെ പൂർത്തിയാക്കി അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. മറ്റൊരു കാര്യം പറയാം, ഈ സെന്ററിലെ സ്പാനിന്റെ മുഴുവൻ പണിയും പൂർത്തീകരിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ അപ്രോച്ച് റോഡിന്റെ പ്രവർത്തനം നടപ്പിലാക്കും. അപ്രോച്ച് റോഡിന്റെ പ്രവർത്തനം ആയിട്ടില്ല ഇതുവരെ. യെസ്,
അപ്രോച്ച് റോഡിന് നിർമ്മാണ പ്രവർത്തനമായിട്ടില്ല. അപ്രോച്ച് അതിനൊന്ന് റോഡ് മറുപടി പറയാൻ പറ്റുമോ? ഒരു മിനിറ്റ്, പ്രശ്നം. അപ്രോച്ച് റോഡ് യാഥാർത്ഥ്യമാകാൻ വീണ്ടും ചളി കിടന്ന് ഉരുളേണ്ടി വന്നു. ഓക്കെ. സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയതിന്റെ 95% പൂർത്തിയാക്കിയെന്നാണ് CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത്. ഇതേ ചാനൽ ഇവിടെ ഉണ്ട്. ഇത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഓപ്പൺ ചാലഞ്ചാണ്. അതിന്റെ ആവശ്യമുണ്ട്. ചാനൽ വിഷ്വൽ എടുത്തപ്പോ നോക്കാം. ഇവരിത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. പക്ഷെ ഇവര് കരാറേൽപ്പിച്ച കരാറ് കമ്പനി ജില്ലാ കളക്ടറുടെ മുമ്പിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു. സംസ്ഥാന സർക്കാർ പൈസ ഞങ്ങൾക്ക് തരാനുള്ളത് തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ പണി നിർത്തിയിട്ട് പോണത്. റോഡ് ഉൾപ്പെടെ 95% കഴിഞ്ഞു അവർ പറഞ്ഞു. നിങ്ങൾ ചാനൽ ഞങ്ങൾക്ക് പൂർത്തീകരണം നടത്തി സഖാവ് പിണറായി വിജയനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഭാഗം പൂർത്തീകരിക്കാൻ നരേന്ദ്രമോദി അവിടെ നിന്ന് വേണ്ട. ഇവര് പിന്നെന്താ ചെയ്യാത്ത? UDF അധികാരത്തിൽ വരാൻ പോകുന്നു. ഞങ്ങൾ UDF മന്ത്രിസഭ ചെയ്യും. UDF ഗവൺമെന്റ് ഒരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം ഗവൺമെന്റ് ചെയ്യും. രണ്ടുപേരും കൂടെ എന്തോ പറയുന്ന സമയത്ത് എന്തിനോ വേണ്ടി തിളക്കണ സാമ്പാർ പോലെ ശിവരാജേട്ടൻ എന്തോ പറയുന്നുണ്ട്. ചളിയിൽ ഉരുണ്ട വ്യക്തിയാണ്, സ്വാഭാവികമായിട്ടും അദ്ദേഹം തിളക്കം. അല്ല, ഇതിനകത്ത് UDF വരുന്നോ LDF വരുന്നോ അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം എന്താ അറിയോ, ഇവർ രണ്ടുപേരും വാളയാർ ചുരത്തിന്റെ അപ്പുറത്ത് തോളിൽ കയറ്റി നടക്കുന്ന ആൾക്കാരാണ്. മുന്നണിയുടെ 14 ആളുകൾ 14 കോൺഗ്രസ്സുകാരായിരുന്നു എന്നറിയണം. ആ 14 ആളുകളിൽ 11 പേർ ഇന്ന് താമര അടയാളത്തിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. വന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ രാജ്യത്ത് തന്നെ CPM എന്ന പാർട്ടി ഇല്ലാതിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ കോൺഗ്രസ്സുകാർ BJP-യിലോട്ട് അവിടെ ബംഗാളിലൊക്കെ പാർട്ടി ഓഫീസ് സഹിതമാണ് BJP-യിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പാർട്ടി ഓഫീസ് സഹിതമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിക്കൊഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. വികസനം എന്ന് പറയുന്നുണ്ട്. സ്കൂളിൽ 6 ലക്ഷം പേര് പഠിക്കുന്നു എന്ന് പറയുന്നു. ഈ പഠിച്ച കുട്ടികളൊക്കെ ജോലിക്ക് വേണ്ടി എവിടേക്കാ പോകുന്നത്? ഇവിടെ വല്ല ഫാക്ടറി ഉണ്ടോ? വെറുതെ വികസനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് വികസനം. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ല. തൊഴിലില്ലായ്മയിൽ എത്ര സ്ഥാനത്താണ്? തൊഴിലില്ലായ്മ നിരക്ക് കേന്ദ്ര ഗവൺമെന്റ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ ഇന്ന് രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് 14%. കേരളത്തിൽ 36 വർഷം ഇന്ത്യൻ റെയിൽവേയിൽ സർവീസ് ചെയ്ത ആളാണ്. ജോലാർപേട്ട മുതൽ മംഗലാപുരം വരെ ലെവൽ ക്രോസിംഗ് എനിക്ക് വൈകാട്ടാണ് നോക്കിയ ആളാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, അപ്രോച്ച് റോഡ് അടക്കം ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇന്ത്യൻ റെയിൽവേ ഒരു കാര്യം നിനക്ക് അറിയാൻ പറ്റുമല്ലോ. പറ്റണമല്ലോ. എങ്കിൽ പറ. പിന്നെ എന്തിനാണ് RBDK കരാർ കൊടുത്തത്? RBDK കരാർ എന്തിനാണ് കൊടുത്തത്? RBDK കരാർ കൊടുത്തത് സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ RBDK സംസ്ഥാന സർക്കാർ എന്തിനാണ് കരാർ കൊടുത്തത്? സംസ്ഥാന സർക്കാർ എന്തിനാണ് RBDK കരാർ ചോദിച്ചല്ലോ. അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ് സർക്കാർ കോർപ്പറേഷൻ കരാർ കൊടുത്ത് എന്തിനാണെന്നാ ചോദിക്കുന്നത്. സർക്കാർ റെയിൽവേ മാത്രം ചെയ്താൽ പോരെ? അതാണ് ഞാനും ആലോചിക്കണത്. ഞാൻ ഓടട്ടാടാ, നീ പേടിച്ച് കൊളാക്കായിരുന്നു. ഇന്ത്യൻ റെയിൽവേ, സൗത്ത് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ലെവൽ ക്രോസിംഗ് റെയിൽവേന്റേതാണ്. എല്ലാം ശരിവെക്കുന്നു. അദ്ദേഹം ചോദിച്ച ഒരേ ഒരു സർക്കാർ കരാർ ഈ ചർച്ചയില് എന്റെ പൊന്നിയേട്ടാ എന്റെ പെങ്ങള് തന്നെ പറഞ്ഞു സംസ്ഥാന സർക്കാർ കരാർ കൊടുത്തിട്ടുണ്ടെന്ന്. സംസ്ഥാന സർക്കാർ കരാർ കൊടുത്തിട്ടുണ്ടെന്ന്. മുട്ടുന്യായങ്ങളൊന്നും അല്ല.
ഈ മുട്ടുന്യായങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ കൂക്കാൻ വേണ്ടി പറയാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അകത്തേത്ര പഞ്ചായത്ത് BJP-ക്കാരെ കൊണ്ട് ഏൽപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഇതേ ജനസഭ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അന്ന് CPIന്റെ ഒരു പ്രതിനിധി പറഞ്ഞു മാർച്ച് 30-ന് ഈ പാലം പൂർത്തീകരിക്കുമെന്ന്. അതിന്റെ വിഷയം ഞാൻ കാണിച്ചുതരാം. കുഞ്ഞുമോ ആളുകൾക്ക് മദ്യം കൊടുത്ത് പണം കൊടുത്ത് വോട്ട് വിലക്ക് വാങ്ങിയ ആളുകളാണ്. വോട്ട് വിലക്ക് വാങ്ങിയ ആളുകളാണ്. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നേരത്തെ പറഞ്ഞു ഇവിടെ ഈ മലമ്പുഴ മണ്ഡലത്തില് മദ്യം കൊടുത്തു, പണം കൊടുത്തു. ഈ നാട്ടിലെ വോട്ടർമാരെ ഇതിൽ പരം അപമാനിക്കല്ല. കാരണം പൈസ വാങ്ങിയും മദ്യം വാങ്ങിയും വോട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ ശരിയാണോടാ? അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. ഈ നാട്ടിലെ വോട്ടർമാരെ അപമാനിക്കുകയാണ് CPM ചെയ്തിട്ടുള്ളത്. എന്റെ അമ്മയെ നാട്ടിച്ച് അങ്ങനെ പൈസയും മദ്യവും വാങ്ങി വോട്ട് ചെയ്യുന്ന ആളുകളല്ല ഇവിടുത്തെ വോട്ടർമാർ. ഇവിടുത്തെ വോട്ടർമാർക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അവർ വകതിരിവോട് കൂടി ആലോചിച്ച് തന്നെയാണ് അകത്തേത്രയിൽ വോട്ട് ചെയ്ത്. പണവും മദ്യവും ഒഴുക്കി വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പൊട്ടന്മാരാണ് ഇവിടുത്തെ വോട്ടർമാര്. അങ്ങനെ പണവും മദ്യവും കൊടുത്താൽ വീഴില്ല. BJP-ക്കാര് പണവും മദ്യവും കൊടുത്താൽ വീഴില്ല. വോട്ടർമാർക്ക് ബോധ്യമുണ്ട്. വോട്ടർമാരെ അപമാനിക്കരുത്. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. അങ്ങനെ പണവും മദ്യവും കൊടുത്ത് വോട്ട് വാങ്ങി ശീലമുള്ള ആളുകളാണ് ഇവര്. ഇത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ശീലം ഉണ്ടാകണം. കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയൂ. ഷാഫി എങ്ങനെയാണ് പാലക്കാട് ജയിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ വ്യക്തമായി CPM-ന്റെ 2 നേതാക്കന്മാരും അവർ കോൺഗ്രസുമായി നടത്തിയിട്ടുള്ള ഡീല് അവരുടെ 2 നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇന്നും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇനി അവർ പറഞ്ഞത് തെറ്റാണെങ്കിൽ AK ബാലനും ഷംസീറും പറഞ്ഞത് മണ്ടത്തരമാണ്, വിട്ടിത്തരമാണെന്ന് CPM പറയട്ടെ. ശിവരാജേഷ് ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. ഷാഫി പറമ്പില പറഞ്ഞേ പാലക്കാട്ടുകാർക്ക് ഇനി തല ഉയർത്തി അഭിമാനത്തോടെ നടക്കാം. തലയും മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാണ്. ഇന്ന് രാഹുൽ ചെയ്തു വെച്ചിട്ടുള്ള എന്തൊക്കെയാണെന്ന് ശിവരാജേട്ടന് വലിയ രീതിയിൽ രാഹുലിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, ഇവരുടെയൊക്കെ പല കഥകള് 1, 2, 3 വന്നിട്ട് പുറത്തു വരികയാണ്. ആദ്യം ഒരാളുടെ വന്നു, രണ്ടാമത്തെ ആളുടെ വന്നു, മൂന്നാമത്തെ ആളുടെ വന്നു. 2 ദിവസം മുമ്പ് പിഷാരുടെ കൂടെ പ്രചരണത്തിലായിരുന്നു. ഇതാ വന്നു പിഷാരുടെ കൂടെ പ്രചരണത്തിലുള്ള ആള്. ഇന്നിപ്പോ എവിടെയാണെന്ന് പൊട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പൊട്ടിപ്പോയി. കാരണം എന്താണ്, ഇവരുടെ ഈ താഴെ തൊട്ട് മേലെ വരെ എല്ലാ ആൾക്കാരും കണക്കാനാണ്. ഇവരുടെ ആൾക്കാര് ഇവരുടെ എന്താ പരിപാടി, ഐക്യ ബലാത്സംഗ മുന്നണിയാണ് ഇവരുടെ മുന്നണി. ഇത് ജനങ്ങളുള്ള എല്ലാ പാർട്ടിയിലും സംഭവിക്കും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.